1 minute bounce, second, 2, 3, 4, 5. മനസ്സിലായോ? ഇങ്ങനെ വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ. ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഇല്ലാന്ന് 1, 2, 3, 4, 5 നമ്മുടെ ആ ഇമ്പൾസീവ് മൂവ്, നമ്മുടെ ആ കറക്ഷൻ അതിലേക്ക് വരുന്നുണ്ടോ ഇല്ലാന്ന്. ഇത് നിങ്ങൾ ഡീപ്പ്ലി ഇത് നമ്മളിവിടെ നോക്കുവാണെങ്കിലുണ്ടല്ലോ. സോ ഇവിടെ 1, 2, 3, ഓക്കെ. ഇനി ഇവൻ നമ്മളിവിടുന്ന് 1, 2 നമ്മൾ നോക്കി, ഓക്കെ. തേർഡ് കയറി പോകുന്നുണ്ട്, ഓക്കെ. ഇപ്പോൾ തേർഡ് കയറി ഫോർത്തിൻ്റെ ഫോൾ വരാണല്ലോ. സോ വേഗം ഇവിടെ നമ്മൾ ഫിബൊനാച്ചി വെക്കുക. ഫോർത്തിൻ്റെ ഫോൾ വരുന്നുണ്ടോ ഇല്ല, 50% വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം. ഫസ്റ്റ് വേവിൻ്റെ അത്ര വരെ മാത്രമേ വരാവുള്ളൂ. എന്താ കണ്ടോ, ഇതൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഇതിന് ഫിഫ്ത്ത് എങ്ങനെ കയറി ഗ്രീൻ ക്യാൻഡിൽസ് അടിച്ചു വരിക, അത്ര വരെയും പിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് എക്സ്റ്റൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഇത് എക്സ്റ്റൻഷനിലാണ് ഫുൾ. അതാണ് ഇത്രയ്ക്ക് ഷാർപ്പ് മൂവ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ അതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ആൻഡ് 333 കറക്ഷൻ അറിയാമല്ലോ. 333 കറക്ഷൻ്റെ റൂൾസ് എപ്പോഴും തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഷാർപ്പായിട്ട് കയറത്തുള്ളൂ, ഷാർപ്പായിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത്ര ഡിസ്കഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ, നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഞാനിപ്പോൾ എന്താ കാണുന്നത് നിങ്ങൾക്ക് ഡിസ്കസ്. യെസ്, ഇതാണ് റെസിസ്റ്റൻസ്. ഈ ഒരു 24,840 നല്ല റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോവുകയാണെങ്കിൽ വെരി ഗുഡ് അപ്സൈഡ് നമുക്ക് അപ്കമിങ് ടൈമിൽ കാണാം. ഓക്കെ, നല്ലൊരു അപ്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സപ്പോർട്ട് ചെയ്താൽ ഈ സപ്പോർട്ട് 24,000